നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസ് ഓഫ് എ സിംഗിൾ മീനിന്റെ പോപ്പുലേഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം. പേജ് നമ്പർ 177 9.1 എന്നുള്ള എക്സാമ്പിൾ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: ദ ലെങ്ത്സ് ഓഫ് മെറ്റൽ ബാർസ് produced by a particular machine are distributed with mean length 420 cm and standard deviation 12 cm. The machine is serviced, after which a sample of 100 bars are selected. The sample gives a mean length of 423 cm. Is there evidence at 5% level of the change in the mean length of the bars produced by the machine? എന്താണ് ഈ ചോദ്യത്തിന്റെ മീനിങ്? ദ ലെങ്ത്സ് ഓഫ് മെറ്റൽ ബാർസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ പെർട്ടിക്കുലർ മെഷീൻ. അതായത് ഒരു മെഷീൻ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെഷീനാണ്? മെറ്റൽ ബാർസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെഷീനിലെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെറ്റൽ ബാർസിന്റെ ലെങ്ത് എന്നുള്ളത് ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നുണ്ട്. ആ ഡിസ്ട്രിബ്യൂഷന്റെ മീൻ എന്ന് പറയുന്നത് 420 ആണ്. അതുപോലെ തന്നെ ആ മെറ്റൽ ബാർസ് ഫോളോ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 12 സെന്റിമീറ്റർ ആണ്. അതായത് പോപ്പുലേഷൻ മീൻ എന്നുള്ളത് 420 സെന്റിമീറ്ററും പോപ്പുലേഷന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നുള്ളത് 12 സെന്റിമീറ്റർ ആണ്. എങ്ങനെയാണ് അത് പോപ്പുലേഷന്റെ മീനും പോപ്പുലേഷന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ആണെന്ന് മനസ്സിലായത്? അതായത് മെറ്റൽ ബാർസിന് മൊത്തത്തിലുള്ളത് എന്നാ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഒരു സാമ്പിൾ എടുത്തു, 50 എണ്ണത്തിന്റെ സാമ്പിൾ എടുത്തു, 100 എണ്ണത്തിന്റെ സാമ്പിൾ എടുത്തു, അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. മെറ്റൽ ബാർസ് എന്നുള്ളത് ഫോളോ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ ലെങ്ത് 420 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അത് ഫോളോ ചെയ്യുന്ന പോപ്പുലേഷന്റെ മീൻ 420 സെന്റിമീറ്റർ എന്നാണ്. അപ്പൊ പോപ്പുലേഷന്റെ മീൻ എന്ന് തന്നതിന് നമ്മൾ സാധാരണഗതിയിൽ എന്താണ് ഡിനോട്ട് ചെയ്യാറ്? മ്യൂ എന്നാണ്. ഇവിടെ നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട സൗകര്യത്തിന് വേണ്ടിയിട്ട് മ്യൂ നോട്ട് എന്നാണ് നമ്മൾ എഴുതാറ്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന പോപ്പുലേഷന്റെ മീനിനെ നമ്മൾ മ്യൂ നോട്ട് എന്നുള്ള രീതിയിൽ സൂചിപ്പിക്കും. അപ്പോ മ്യൂ നോട്ട് ഈക്വൽ ടു 420 സെന്റിമീറ്റർ അല്ലെങ്കിൽ 420. മ്യൂ നോട്ട് ഈക്വൽ ടു 420. പോപ്പുലേഷന്റെ മീൻ ആയിട്ട് തന്നതിനെ നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? മ്യൂ നോട്ട് എന്നായി എടുക്കും. അതിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 12 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് പോപ്പുലേഷന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 12 സെന്റിമീറ്റർ. പോപ്പുലേഷന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ സിഗ്മ എന്നാണ് ഡിനോട്ട് ചെയ്യുക, ഈക്വൽ ടു 12. സാമ്പിളിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെങ്കിൽ എസ് എന്നായിരിക്കും ഡിനോട്ട് ചെയ്യുക. ഇവിടെ പോപ്പുലേഷന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പറഞ്ഞതുകൊണ്ട് സിഗ്മ എന്നുള്ളത്. അപ്പൊ തന്ന കാര്യങ്ങൾ നമ്മൾ എടുത്ത് എഴുതുകയാണ്. അപ്പൊ മ്യൂ നോട്ട് ഈക്വൽ ടു 420 എന്നും സിഗ്മ ഈക്വൽ ടു 12 എന്നും പോപ്പുലേഷനെ ബേസ് ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി എന്താ തന്നിരിക്കുന്നത്? ദ മെഷീൻ ഈസ് സർവീസ്ഡ്. മെഷീൻ അത്യാവശ്യം വേണ്ട സർവീസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ആഫ്റ്റർ വിച്ച് എ സാമ്പിൾ ഓഫ് 100 ബാർസ് ആർ സെലക്റ്റഡ്. മെഷീൻ സർവീസ് ചെയ്തതിന് ശേഷം കുറച്ച് സാമ്പിൾ എടുത്തു. എത്ര എണ്ണത്തിന്റെ സാമ്പിൾ എടുത്തത്? 100 എന്ന് പറയുമ്പോൾ സാമ്പിൾ സൈസ് n ഈക്വൽ ടു 100. ചോദ്യത്തിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ മൂന്നാമത്തെയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. സാമ്പിൾ സൈസ് തന്നിട്ടുണ്ട്. അതായത് സാമ്പിൾ ഓഫ് 100 ബാർസ് ആർ സെലക്റ്റഡ്. 100 എണ്ണത്തിന്റെ ഒരു സാമ്പിൾ സെലക്ട് ചെയ്തു എന്ന് പറയുമ്പോൾ n ഈക്വൽ ടു 100. സാമ്പിൾ സൈസ് എന്താണ് നമ്മൾ n കൊണ്ട് സൂചിപ്പിക്കുന്നത്. n ഈക്വൽ ടു 100 എന്ന് എഴുതി. ഇനി എന്താ തന്നിരിക്കുന്നത്? ദ സാമ്പിൾ ഗീവ്സ് എ മീൻ ലെങ്ത് ഓഫ് 423 സെന്റിമീറ്റർ. ആ 100 എണ്ണത്തിന്റെ സാമ്പിൾ എടുത്തിട്ട് ആ സാമ്പിളിന്റെ മീൻ എന്ന് പറയുന്നത് എത്രയെന്ന് കിട്ടിയിട്ടുണ്ട്? 423 സെന്റിമീറ്റർ എന്ന് കിട്ടിയിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ഇവിടെ തന്നിരിക്കുന്നത് മീൻ തന്നെയാണ്. പക്ഷെ എന്തിന്റെ മീനാണ്? നമ്മൾ 100 എണ്ണത്തിന്റെ സാമ്പിൾ എടുത്തു, ആ സാമ്പിളിന്റെ മീനാണ് 423 എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സാമ്പിളിന്റെ മീൻ എന്നത് നമ്മൾ സൂചിപ്പിക്കാറ് എക്സ് ബാർ എന്നുള്ള രീതിയിലാണ്. പോപ്പുലേഷൻ മീനിനെ നമ്മൾ മ്യൂ നോട്ട് എന്ന് സൂചിപ്പിക്കുമ്പോൾ സാമ്പിളിന്റെ മീനിനെ നമ്മൾ എക്സ് ബാർ എന്നാണ് സൂചിപ്പിക്കുക. അപ്പൊ എക്സ് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനാണ്. ഇത് നമ്മൾ ഫസ്റ്റ് പ്രോബ്ലം ആയതുകൊണ്ട് മാത്രമാണ് ഇവിടെ എഴുതുന്നത്. നേരത്തെ വേറെ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ഒന്നുകൂടെ പറയുന്നു. മ്യൂ നോട്ട് എന്ന് പറയുന്നത് എന്താണ്? പോപ്പുലേഷൻ മീൻ. അപ്പോ മീൻ പോപ്പുലേഷന്റെ ആണെങ്കിൽ മ്യൂ നോട്ട് എന്ന് നമ്മൾ എഴുതും, സാമ്പിളിന്റെ ആണെങ്കിൽ എക്സ് ബാർ എന്ന് സൂചിപ്പിക്കും. അപ്പൊ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ എക്സ് ബാർ ഈക്വൽ ടു 423 എന്താണ്?
The sample gives a mean length of 423 centimeter. ഇനി എന്താ ബാക്കി? Is there evidence at 5% level? At 5% level എന്ന് പറഞ്ഞാൽ level of significance 5% എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ അവിടെ സ്പെസിഫൈ ചെയ്യുന്നു ആൽഫ ഈക്വൽ ടു 5% equal to 0.05. ആൽഫ 5% എന്ന ക്വസ്റ്റ്യനിൽ കാണുന്നുണ്ട്. At 5% level of the change in the mean length of the bars produced by the machine. അതായത് ഈ മെഷീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാർസിന്റെ ലെങ്ത്തിൽ ചേഞ്ച് ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ചേഞ്ച് ഉണ്ടായി എന്ന് വിശ്വസിക്കാൻ പറ്റുന്ന തെളിവുകൾ വല്ലതും ഉണ്ടോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. മെഷീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെറ്റൽ ബാർസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെഷീൻ ആണല്ലോ. ആ മെറ്റൽ ബാർസിന്റെ ലെങ്ത്തിൽ ചേഞ്ച് ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ, ഇതാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ചോദ്യത്തിന്റെ മീനിങ് മനസ്സിലായിട്ടുണ്ട്, തന്ന കാര്യങ്ങൾ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാൻ പോകണം. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? സ്റ്റേറ്റ് ദ ഹൈപ്പോത്തസിസ്. ഒരു ടെസ്റ്റിംഗിലെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹൈപ്പോത്തസിസ് നമ്മൾ സ്പെസിഫൈ ചെയ്യണം. അപ്പൊ ഇവിടെ നമുക്ക് നൾ ഹൈപ്പോത്തസിസ് എഴുതണം, ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എഴുതണം. സ്റ്റെപ്പ് 1 എന്നുള്ള രീതിയിൽ തന്നെ എഴുതാം. സ്റ്റെപ്പ് 1 എന്ന് നമുക്ക് ആദ്യത്തെ പ്രോബ്ലം ആയതുകൊണ്ട് മനസ്സിലാവാൻ വേണ്ടി എഴുതുന്നത് മാത്രമേ ഉള്ളൂ. എപ്പോഴും അത് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. തൽക്കാലം ഇവിടെ ഞാൻ എഴുതുന്നുണ്ട് സ്റ്റെപ്പ് 1. സ്റ്റെപ്പ് 1 എന്നുള്ളത് H0 എന്താണ്, അതുപോലെ H1 എന്താണ് എന്ന് പറയുക എന്നുള്ളത്. H0 നമുക്ക് സംശയമൊന്നുമില്ല, എപ്പോഴും H0 mu equal to mu naught എന്നുള്ള രീതിയിലാണ് വരിക. ഇവിടെ mu naught സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുത്താൽ മതി? 420. H0 mu equal to 420 against H1 mu not equal to വേണോ, greater than വേണോ, less than വേണോ? ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് 3 ഉണ്ട്. നോട്ട് ഈക്വൽ ടു വേണോ, ഗ്രേറ്റർ ദാൻ വേണോ, ലെസ് ദാൻ വേണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. ഏതായിരിക്കും ഇവിടെ വരിക? അപ്പൊ ഇവിടെയാണ് നമ്മൾ ചോദ്യം ഒന്നുകൂടെ വൃത്തിയായിട്ട് വായിച്ചു നോക്കേണ്ടത്. ചോദ്യത്തിന്റെ അവസാന പാർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഭാഗം ഒന്നുകൂടെ നമുക്ക് നോക്കാം. Is there evidence at a 5% level of the change in the mean length of the bars produced by the machine? ബാർസിന്റെ മീൻ ലെങ്ത്തിൽ ചേഞ്ച് ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രമേ ചോദിച്ചിരിക്കുന്നത്. ബാർസിന്റെ മീൻ ലെങ്ത് എന്ന് പറയുന്നത് 420 ആണ്. 420 ആണോ അല്ലയോ, ചേഞ്ച് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ 420 ആണോ അല്ലയോ, അല്ലാതെ ഇൻക്രീസ് ആയിട്ടുണ്ടോ ഡിക്രീസ് ആണോ. ഇവിടെ സാമ്പിൾ മീൻ 423 എന്ന് കിട്ടിയിട്ട് അതുകൊണ്ട് മെറ്റൽ ബാർസിന്റെ ലെങ്ത് ഇൻക്രീസ് ആയിട്ടുണ്ടോ എന്നാണ് ചോദിച്ചതെങ്കിൽ നമ്മൾ ഗ്രേറ്റർ ദാൻ എന്നുള്ള രീതിയിൽ എടുക്കണം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ചേഞ്ച് ഉണ്ടോ എന്ന് മാത്രമേ ചോദിച്ചു. അപ്പൊ ആ രീതിയിലാണ് ചോദ്യം വരുന്നതെങ്കിൽ നമ്മൾ എപ്പോഴും നോട്ട് ഈക്വൽ ടു എന്നുള്ള രീതിയിൽ എടുക്കും. H1 mu not equal to mu naught. mu naught എന്ന് പറയുന്നത് 420. അപ്പൊ ചോദ്യത്തിന് അനുസരിച്ചിട്ടാണ് നമ്മൾ H1 ഏതാണോ എന്ന് തീരുമാനിക്കുക. ഇവിടെ ചേഞ്ച് ഉണ്ടോ എന്ന് മാത്രം ചോദിച്ചതുകൊണ്ട് നമ്മൾ നോട്ട് ഈക്വൽ ടു എന്നാണ്. അതായത് നമ്മുടെ ടെസ്റ്റ് ഇപ്പൊ എന്ത് ടെസ്റ്റായി മാറി? ടു ടൈൽഡ് ടെസ്റ്റ് അല്ലെ, ടു ടൈൽഡ് ടെസ്റ്റ് ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് നോട്ട് ഈക്വൽ ടു എന്നുള്ളതാണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആ രീതിയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് സ്പെസിഫൈ ചെയ്യണം. അപ്പോൾ നമുക്ക് സിംഗിൾ പോപ്പുലേഷനെ മീൻ ടെസ്റ്റ് ചെയ്യാൻ മാത്രമേ പഠിക്കാനുള്ളൂ. അതിൽ നമ്മൾ പഠിച്ചിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത് സെഡ് ആണ്. പക്ഷെ സെഡിന് രണ്ട് ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെഡ് ഈക്വൽ ടു എക്സ് ബാർ മൈനസ് മ്യൂ നോട്ട് ബൈ സിഗ്മ ബൈ റൂട്ട് എൻ, അതുപോലെ തന്നെ എക്സ് ബാർ മൈനസ് മ്യൂ നോട്ട് ബൈ എസ് ബൈ റൂട്ട് എൻ. അപ്പോൾ സിഗ്മ തന്നിട്ടുണ്ടെങ്കിൽ, അതായത് സിഗ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഈ ഫോർമുല ഉപയോഗിക്കും. അത് തന്നിട്ടില്ല എങ്കിൽ ഈ ഫോർമുല യൂസ് ചെയ്യും. ഇവിടെ നമുക്ക് സിഗ്മ തന്നിട്ടുണ്ടോ? നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലെ. സിഗ്മ ഈക്വൽ ടു 2 വരിക, അതായത് പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സിഗ്മ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അത് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ സ്റ്റെപ്പ് 2 നമ്മുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് z equal to x bar minus mu naught by z by root n എന്ന് മാത്രം എഴുതിയാൽ മതി. ഇത് ഫോളോ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ കൂടെ നമ്മൾ അവിടെ സ്പെസിഫൈ ചെയ്യണം. ഫോളോസ് z ഫോളോസ് ഏത് ഡിസ്ട്രിബ്യൂഷൻ ആണോ?
സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അതാണ് N01 എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷനുള്ള ചാപ്റ്ററിൽ പ്രത്യേകം പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ സ്റ്റെപ്പ് 2 ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്താണ് എന്ന് സ്പെസിഫൈ ചെയ്തു. അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. അത്രയേ ഉള്ളൂ. ഈ മൂന്നാമത്തെ സ്റ്റെപ്പ്. സ്റ്റെപ്പ് 3 എന്താണ്? ആൽഫ എന്താണെന്ന് പറയണം. അതുപോലെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആണ് ആൽഫ. ക്രിട്ടിക്കൽ റീജിയൻ എന്താണെന്ന് സ്പെസിഫൈ ചെയ്യണം. അപ്പൊ ഇവിടെ നമ്മൾ ഹിയർ ആൽഫ ഈക്വൽ ടു നേരത്തെ നമ്മൾ എഴുതിയിട്ടുണ്ടല്ലോ, എത്രയാണ്? 5% എന്ന് പറയുമ്പോൾ 0.05 ആൽഫ ബാർ. ഇനി ക്രിട്ടിക്കൽ റീജിയൻ പറയണം. ക്രിട്ടിക്കൽ റീജിയൻ ഈസ് ഏതാണ് നമ്മൾ പറയേണ്ടത്? ക്രിട്ടിക്കൽ റീജിയൻ നമ്മൾ രണ്ട് തരത്തിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ? 2 tailed ടെസ്റ്റിന് ഒരു തരത്തിലും 1 tailed ടെസ്റ്റിന് വേറൊരു തരത്തിൽ. അതായത് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തീസിസ് ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ആണെങ്കിൽ ഒരു തരത്തിൽ, നോട്ട് ഈക്വൽ ടു ആണെങ്കിൽ വേറൊരു തരത്തിൽ. അപ്പൊ നമ്മൾ ഇവിടെ തൽക്കാലം ഏതൊരു ക്രിട്ടിക്കൽ റീജിയൻ ആണ് പറയേണ്ടത്? 2 tailed ടെസ്റ്റിന്റെ അല്ലെങ്കിൽ നോട്ട് ഈക്വൽ ടു എന്നുള്ള ടൈപ്പിന്റെയാണ് പറയേണ്ടത്. അപ്പൊ ആ ക്രിട്ടിക്കൽ റീജിയൻ നമ്മൾ പറയുന്നു എന്താണ്? റിജക്ട് H0 if modulus of calculated value of Z, ഇതിന്റെ calculated value greater than or equal to Z alpha by 2 എന്ന് പറയുമ്പോൾ ടേബിൾ വാല്യൂ. ഇനി നമുക്കറിയാം ടേബിൾ വാല്യൂ എന്താണ് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 5% Z alpha by 2 നമ്മൾ എന്താണ് രണ്ടാമത്തെ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. Z alpha by 2 എത്രയായിരിക്കും വരിക? 1.96 എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ വേണമെങ്കിൽ നമുക്ക് ഇതിന് പകരമായിട്ട് Z alpha by 2 എന്നുള്ളതിന് പകരമായിട്ട് എന്ത് എഴുതാം? 1.96. അപ്പോൾ നമ്മുടെ ക്രിട്ടിക്കൽ റീജിയൻ ഇങ്ങനെയായി മാറി. ക്രിട്ടിക്കൽ റീജിയൻ ഈസ് റിജക്ട് H0. H0 റിജക്ട് ചെയ്യുന്നു എപ്പോ? ഇഫ് കാൽക്കുലേറ്റഡ് വാല്യൂ മോഡുലസ് ഓഫ് കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് Z, ഈ സെഡിന്റെ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന വിലയുടെ മോഡുലസ് എടുത്തു കഴിയുമ്പോൾ അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1.96 ആയാൽ, കാൽക്കുലേറ്റഡ് വാല്യൂവിന്റെ മോഡുലസ് വാല്യൂ എന്ന് പറയുന്നത് 1.96 വലുതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? H0 റിജക്ട് ചെയ്യും. ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് 3. ഇനി സ്റ്റെപ്പ് 4 സ്റ്റെപ്പ് 5 നമുക്കറിയാം. എന്താണ് സ്റ്റെപ്പ് 4? സെഡിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. സ്റ്റെപ്പ് 5 ഡിസിഷൻ എടുക്കണം. അപ്പൊ നമ്മൾ ഇനി സെഡിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. സ്റ്റെപ്പ് 4 ചെയ്യുന്നു. കാൽക്കുലേറ്റ് ചെയ്യാൻ Z ഈക്വൽ ടു നമുക്കറിയാം x ബാർ മൈനസ് മ്യൂ നോട്ട് ബൈ എസ് സിഗ്മ ബൈ റൂട്ട്. അപ്പൊ x ബാറിന്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ നമുക്ക് അത് ഒന്നുകൂടി എഴുതാം. x ബാർ മൈനസ് മ്യൂ നോട്ട് ബൈ സിഗ്മ ബൈ റൂട്ട് ഈക്വൽ ടു 423. x ബാർ എന്ന് പറയുമ്പോൾ 423 മൈനസ് മ്യൂ നോട്ട് എന്നുള്ളത് 420 ഡിവൈഡഡ് ബൈ സിഗ്മ എന്ന് പറയുമ്പോൾ 12 divided by root of 100. കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് നമ്മൾ സെഡിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 2.5 ആയിരിക്കും. കാൽക്കുലേറ്ററിൽ നോക്കുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ത് തന്നെയായിരിക്കും? 2.5 ആയിരിക്കും. സ്റ്റെപ്പ് 4 കഴിഞ്ഞു. ഇനി എന്താണ് സ്റ്റെപ്പ് 5? സ്റ്റെപ്പ് 5 നമ്മൾ ഡിസിഷൻ എടുക്കണം. ഡിസിഷൻ എടുക്കാൻ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുക. നമ്മൾ സ്റ്റെപ്പ് 3 പറഞ്ഞ നമ്മുടെ ക്രിട്ടിക്കൽ റീജിയന്റെ വില എങ്ങനെയാ വരുന്നത് നോക്കാം. മോഡുലസ് ഓഫ് Z, അതായത് മോഡുലസ് ഓഫ് കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് Z എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് 2.5. സെഡിന്റെ കാൽക്കുലേറ്റഡ് വാല്യൂ 2.5 ആണ്. 2.5ന്റെ മോഡുലസ് എന്ന് പറയുന്നത് എന്ത് തന്നെയാ വരിക? 2.5 ആണ്. വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 1.96. 2.5 എന്നുള്ളത് 1.96നേക്കാൾ വലുതാണ്. വലുതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്? റിജക്ട് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്. Therefore, we reject H0. നമ്മൾ ഡിസിഷൻ എടുത്തു. എന്താ ഡിസിഷൻ എടുത്തത്? H0 റിജക്ട് ചെയ്യുന്നു എന്ന ഡിസിഷൻ എടുത്തു. അപ്പൊ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് H1 ആണ് എന്ന് പറയുമ്പോൾ ചേഞ്ച്, അതായത് 420 അല്ലെ? H0 mu ഈക്വൽ ടു 420 against
എച്ച് നോട്ട് മ്യൂ നോട്ട് ഈക്വൽ ടു 420. അതായത് മെറ്റൽ ബാറിന്റെ ലെങ്ത് 420 അല്ല എന്നുള്ള ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ആണ് നമ്മൾ ഇവിടെ ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത്രയെങ്കിലും എഴുതി അവസാനിപ്പിക്കാം. സ്റ്റെപ്പ് 5 കഴിഞ്ഞ് നമ്മൾ ഡിസിഷൻ എടുത്ത ആ ഡിസിഷൻ എന്താണ്, റിജക്ട് എച്ച് നോട്ട് ആണോ അക്സെപ്റ്റ് എച്ച് നോട്ട് ആണോ എന്താണോ അത് അവിടെ എഴുതി അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ പ്രോബ്ലം കഴിയും. ഒരു പ്രോബ്ലം കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. പേജ് നമ്പർ 179 9.3 ചോദ്യം ഇതാണ്. The mean weight of a sample of 100 students is 52 kilogram with standard deviation 3 kilogram. Can it be considered as a sample taken from a normal population having mean greater than 50 kilogram at a 1% level of significance? ചോദ്യത്തിന്റെ മീനിങ്, the mean weight of a sample of 100 students. അപ്പൊ ആദ്യം തന്നിരിക്കുന്നത് 100 സ്റ്റുഡൻസിന്റെ സാമ്പിൾ എന്നുള്ള രീതിയിലാണ്. അപ്പൊ നമുക്ക് സാമ്പിൾ സൈസ് 100 എന്ന് എടുക്കാം. ആ സാമ്പിളിന്റെ മീൻ എന്നുള്ളത് എത്രയും തന്നിട്ടുണ്ട്, 52 കിലോഗ്രാം എന്ന് തന്നിട്ടുണ്ട്. 100 കുട്ടികൾ അടങ്ങിയിട്ടുള്ള ആ സാമ്പിളിന്റെ മീൻ ആണ് 52 കിലോഗ്രാം എന്ന് തന്നിരിക്കുന്നത്. അപ്പൊ 52 കിലോഗ്രാം എന്നുള്ളത് മ്യൂ നോട്ട് ആണോ എക്സ് ബാർ ആണോ എന്ന് നമ്മൾ തിരിച്ചറിയണം. ഏതായിരിക്കും? സാമ്പിളിന്റെ മീൻ ആയതുകൊണ്ട് എക്സ് ബാർ ആയിരിക്കും. അപ്പൊ എക്സ് ബാർ 52 കിലോഗ്രാം എന്ന് തന്നിട്ടുണ്ട്. വിത്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 3 കിലോഗ്രാം. നമുക്ക് വിത്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഏതിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്? സാമ്പിളിന്റെ. 100 കുട്ടികൾ അടങ്ങിയിട്ടുള്ള സാമ്പിളിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നാണ് അവിടെ വിത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സാമ്പിളിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. അപ്പൊ നമ്മളത് സിഗ്മ എന്ന് എഴുതണോ എസ് എന്ന് എഴുതണോ? സാമ്പിളിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആകുമ്പോൾ എസ് അല്ലെ. അപ്പൊ എസ് ഈക്വൽ ടു 3 കിലോഗ്രാം എന്നതാണ് ആ ഫസ്റ്റ് സെന്റൻസിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ. നമ്മൾ അതൊക്കെ ഒന്ന് എഴുതാൻ പോവാണ്. ആദ്യം തന്നത് വായിച്ച് മനസ്സിലാക്കുന്നതിന്റെ ഒപ്പം തന്നെ തന്ന കാര്യങ്ങൾ എഴുതുന്നു. 100 കുട്ടികൾ അടങ്ങിയിട്ടുള്ള ഒരു സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ n ഈക്വൽ ടു 100. ആ സാമ്പിളിന്റെ മീൻ എന്നാണ് തന്നിരിക്കുന്നത്. സാമ്പിളിന്റെ മീൻ ആയതുകൊണ്ട് നമ്മൾ എക്സ് ബാർ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അത് എത്രയും തന്നിട്ടുണ്ട്, 52 എന്ന് തന്നിട്ടുണ്ട്. 52 എന്ന് തന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ആ സാമ്പിളിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട്. സാമ്പിളിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയതുകൊണ്ട് നമ്മൾ എസ് എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അത് 3 കിലോഗ്രാം എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ 3 എന്ന് എഴുതുന്നു. അപ്പൊ സാമ്പിള് 100 പേരടങ്ങുന്ന സാമ്പിളും അതിന്റെ മീനും അതിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ആണ് ഫസ്റ്റ് സെന്റൻസിൽ തന്നിരിക്കുന്നത്. Can it be considered as a sample taken from a normal population? എന്താ ചോദിച്ചിരിക്കുന്നത്? Can it be considered as a sample taken from a normal population with mean greater than 50 kilogram? ഈ സാമ്പിൾ ഒരു നോർമൽ പോപ്പുലേഷനിൽ നിന്ന് എടുത്തതാണെന്ന് നമുക്ക് പരിഗണിക്കാൻ കഴിയുമോ? വിത്ത് മീൻ, പോപ്പുലേഷന്റെ മീൻ എന്ന് പറയുന്നത് വിത്ത് മീൻ എന്ന് പറയുമ്പോൾ ഏതാണ്? ആ നോർമൽ പോപ്പുലേഷന്റെ മീൻ. ആ നോർമൽ പോപ്പുലേഷന്റെ മീൻ ഗ്രേറ്റർ ദാൻ 50 കിലോഗ്രാം എന്നുള്ള രീതിയിൽ എന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ പോപ്പുലേഷന്റെ മീൻ എന്നുള്ളത് അവിടെ എത്രയാ തന്നിരിക്കുന്നത്? 50. നോർമൽ പോപ്പുലേഷന്റെ മീൻ. അപ്പൊ പോപ്പുലേഷൻ മീൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ 50 കിലോഗ്രാമിനെ എങ്ങനെ എഴുതാം? മ്യൂ നോട്ട് എന്നുള്ള രീതിയിൽ എഴുതാം. മ്യൂ നോട്ട് ഈക്വൽ ടു 50. അപ്പൊ ഇവിടെ ഈ പ്രോബ്ലത്തിൽ വരുന്ന ഒരേ ഒരു പ്രശ്നം ഇതാണ്, നമുക്ക് മ്യൂ നോട്ടും എക്സ് ബാറും തിരിച്ചറിയുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് സാമ്പിൾ, ആദ്യം ഒരു സാമ്പിൾ 100 കുട്ടികളുടെ മീൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇവിടെ നമുക്ക് പ്രശ്നമൊന്നുമില്ല, നമുക്ക് ക്ലിയർ ആണ്. അവിടെ എക്സ് ബാർ 52 എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അത് സാമ്പിളിന്റെ മീൻ ആയതുകൊണ്ട് എക്സ് ബാർ ആണ് എന്നുള്ളത് ക്ലിയർ ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അടുത്തത് തരുന്ന മീൻ എന്നുള്ളത് പോപ്പുലേഷൻ മീൻ ആയിരിക്കും എന്നുള്ള രീതിയിൽ നമുക്കത് ചെയ്യാവുന്നതേ. പിന്നെ 50 കിലോഗ്രാം അറ്റ് 1% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞിട്ട്, അപ്പൊ ആൽഫ ഈക്വൽ ടു 1% എന്ന് എഴുതും. 0.01. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഇവിടെ ഗ്രേറ്റർ ദാൻ 50 കിലോഗ്രാം ആണോ എന്നാണ് ചെക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ സ്റ്റെപ്പ് 1 നമുക്ക് അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താം. അപ്പൊ തന്ന കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഓരോരോ സ്റ്റെപ്പായിട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യത്തെ പ്രോബ്ലം ആയതുകൊണ്ട് അവിടെ സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 എന്നൊക്കെ എഴുതി. ഇവിടെ നമുക്കത് പറയാം, പക്ഷെ എഴുതുന്നില്ല. അപ്പൊ സ്റ്റെപ്പ് 1 നമ്മൾ ഹൈപ്പോത്തസിസ് സ്പെസിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എഴുതുന്നു എച്ച് നോട്ട് മ്യൂ ഈക്വൽ ടു മ്യൂ നോട്ട് എന്ന് പറയുമ്പോൾ 50 against h1 മ്യൂ
നോട്ട് ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ഇതിൽ ഏത് നമ്മൾ എടുക്കണം എന്നുള്ള ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുന്നു. Can it be considered as a sample taken from a normal population having mean greater than 50 kilogram? 50യിൽ കൂടുതലായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഗ്രേറ്റർ ദാൻ എന്നുള്ള വാക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവിടെ എന്ത് കൊടുക്കണം? മ്യൂ ഗ്രേറ്റർ ദാൻ മ്യൂ നോട്ട്. മ്യൂ നോട്ട് എന്നുള്ളത് 50. അപ്പൊ ഈ രീതിയിൽ നമ്മൾ സ്റ്റെപ്പ് 1 നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. h naught mu equal to 50 against h1 mu greater than 50 എന്ന് എഴുതി. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പാണ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. നമുക്ക് ഇവിടെ ഒരു സ്റ്റാറ്റിസ്റ്റിക് മാത്രമേ പഠിക്കാനുള്ളൂ. z equal to x bar minus mu naught by sigma by root n എന്ന് എഴുതണോ s by root n എന്ന് എഴുതണോ എന്നതാണ് നമുക്ക് കൺഫ്യൂഷൻ. അപ്പൊ സിഗ്മ തന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഇവിടെ എവിടെയെങ്കിലും സിഗ്മ ഉണ്ടോ? ഇല്ല. പകരം s തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ സിഗ്മ അറിയില്ലെങ്കിൽ നമ്മൾ എഴുതുന്ന ഫോർമുല ഏതാണ്? s by root n. Also follows standard normal distribution. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പില് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് നമ്മൾ സ്പെസിഫൈ ചെയ്തു. ഈ ചോദ്യത്തിൽ സിഗ്മ തരാത്തത് കാരണം, പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തരാത്തത് കാരണം നമ്മൾ സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയ എസ് വെച്ചിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക് എഴുതിയിരിക്കുന്നത് എക്സ് ബാർ മൈനസ് മ്യൂ നോട്ട് ബൈ എസ് ബൈ റൂട്ട് n. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ? ആൽഫ സ്പെസിഫൈ ചെയ്യണം, ക്രിട്ടിക്കൽ റീജിയൻ സ്പെസിഫൈ ചെയ്യണം. ആൽഫ നമ്മൾ ഒരു ക്വസ്റ്റ്യനിൽ തന്നത് നേരത്തെ എടുത്ത് എഴുതിയതുകൊണ്ട് വീണ്ടും ഇവിടെ എടുത്ത് എഴുതാമൊന്നുമില്ല. എങ്കിലും നമുക്ക് ആ ഒരു ഓർഡർ കിട്ടാൻ വേണ്ടി ഒന്നുകൂടി എഴുതുന്നു. ആൽഫ ഈക്വൽ ടു 1% എന്ന് പറയുമ്പോൾ 0.01. പിന്നെ എന്താ വേണ്ടത്? സ്റ്റെപ്പ് 3 ക്രിട്ടിക്കൽ റീജിയൻ പറയണം. അപ്പോൾ ക്രിട്ടിക്കൽ റീജിയൻ ഈസ് റിജക്ട് h naught റിജക്ട് ചെയ്യുന്ന റീജിയൻ ആണ് ക്രിട്ടിക്കൽ റീജിയൻ. അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് പറഞ്ഞു തുടങ്ങുക. ഇഫ് ഇനിയാണ് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ വൺ ടൈൽ ടെസ്റ്റ് ആണോ ടു ടൈൽ ടെസ്റ്റ് ആണോ? ക്രിട്ടിക്കൽ റീജിയൻ ടു ടൈൽ ടെസ്റ്റിന് ഒരു നേരത്തിൽ വൺ ടൈൽ ടെസ്റ്റിന് വേറെ ഒരു നേരത്തിൽ. എപ്പോഴാണ് വൺ ടൈൽഡ് എന്ന് പറയുക, എപ്പോഴാണ് ടു ടൈൽഡ് എന്ന് പറയുക? അത് നമുക്കറിയണം. വൺ ടൈൽഡ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ലെസ് h1ന്റെ ഇവിടുത്തെ സിമ്പിൾ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ എന്നാവും. അപ്പൊ നമ്മൾ ആ ടെസ്റ്റ് എന്ത് ടെസ്റ്റ് എന്ന് പറയും? വൺ ടൈൽഡ് എന്ന് പറയും. അപ്പൊ എപ്പോഴാണ് ടു ടൈൽഡ് എന്ന് പറയാ? ഇവിടെ നോട്ട് ഈക്വൽ ടു എന്ന് വരും. അപ്പൊ ഇവിടെ നമ്മുടെ വൺ ടൈൽഡ് ടെസ്റ്റ് ആണ്. അപ്പൊ വൺ ടൈൽഡിന്റെ ക്രിട്ടിക്കൽ റീജിയൻ നമ്മൾ പറയാൻ പോവാണ്. മോഡുലസ് ഓഫ് കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് സെറ്റ് ഗ്രേറ്റർ ദാൻ, ഇത്രയേ ഉള്ളൂ. ഇവിടെ വ്യത്യാസമുള്ളൂ അല്ലെ? വൺ ടൈൽഡ് ആണെങ്കിൽ സെഡ് ആൽഫ, ടു ടൈൽഡ് ആണെങ്കിൽ സെഡ് ആൽഫ ബൈ. അപ്പൊ സെഡ് ആൽഫ വാല്യൂ 1%നുള്ള സെഡ് ആൽഫ വാല്യൂ നമ്മൾ ടേബിൾ വാല്യൂ പഠിച്ചിട്ടുണ്ട്. എത്രയാണ് സെഡ് ആൽഫ 1%ന്? 2.33 ആണ് വരുന്നത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അത് അവിടെ നേരിട്ട് തന്നെ എഴുതാം, അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് ആയിട്ട് എഴുതാം 2.33. അതായത് CRA critical region is reject H naught if modulus of calculated value of Z greater than Z alpha, that is modulus of calculated value of Z greater than 2.33. അങ്ങനെ എഴുതിയാൽ മതി. രണ്ട് സ്റ്റെപ്പ് ആയിട്ട് എഴുതാം, അല്ലെങ്കിൽ ഒറ്റ സ്റ്റെപ്പ് ആയിട്ട് എഴുതാം. മൂന്നാമത്തെ സ്റ്റെപ്പും കഴിഞ്ഞു. നാലാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? സെഡിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. Z equal to x bar minus mu naught by s by root n equal to 52 minus mu naught എന്ന് പറയുന്നത് x bar 52 mu naught 50 divided by s എന്ന് പറയുന്നത് 3 divided by root n equal to 100 ആണ്. അപ്പോൾ root 100 കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 6.67 എന്നാണ് കാണുന്നത്. 6.67 നോക്കുമ്പോൾ നമുക്കത് കിട്ടും. നാലാമത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തു. ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പ് നമ്മൾ ഡിസിഷൻ എടുക്കണം. ഡിസിഷൻ എടുക്കാനായിട്ട് നമ്മൾ ക്രിട്ടിക്കൽ റീജിയനിൽ പറഞ്ഞിരിക്കുന്ന ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ നോക്കുക. അതായത് മോഡുലസ് ഓഫ് കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് സെറ്റ് എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് 6.67. അതായത് മോഡുലസ് ഓഫ് കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് സെറ്റ് ഈ സ്റ്റെപ്പിൽ നോക്കിയാണ് എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് സെറ്റ് 6.67. അതിന്റെ മോഡുലസ് എടുക്കുമ്പോൾ എത്ര ഉണ്ട്? 6.67. അതായത് നെഗറ്റീവ് സൈൻ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. ഇവിടെ നെഗറ്റീവ് ഇല്ല, അപ്പോൾ ആ വാല്യൂ അതുപോലെ തന്നെ എഴുതിയാൽ മതി. ഈസ് ഗ്രേറ്റർ ദാൻ അല്ലെ? ഗ്രേറ്റർ ദാൻ തന്നെയാണല്ലോ. അപ്പോൾ ഗ്രേറ്റർ ദാൻ 2.33.
6.67 is greater than 2.33. Greater than ആയിട്ട് തന്നെയാണ് വരുന്നത്, നോട്ട് ഗ്രേറ്റർ ദാൻ അല്ല. അപ്പൊ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? H naught റിജക്ട് ചെയ്യും. Therefore we reject H naught. നമ്മൾ ചെയ്ത രണ്ട് പ്രോബ്ലത്തിലും റിജക്റ്റ് ആ വന്നിരിക്കുന്നത്. അപ്പൊ അക്സെപ്റ്റ് എന്നുള്ള കണ്ടീഷൻ എങ്ങനെയാ വരിക എന്നുള്ള ഒരു സംശയം തോന്നാം. അപ്പോൾ സപ്പോസ് ഇത് 1.67 ആണെങ്കിൽ 1.67 ആണെങ്കിൽ നോട്ട് ഗ്രേറ്റർ ദാൻ 2.33, ഗ്രേറ്റർ ദാൻ അല്ല. ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെയാണെങ്കിൽ റിജക്ട് ചെയ്യാന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ അക്സെപ്റ്റ് H naught എന്നുള്ള രീതിയിൽ എഴുതും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, 6 ഗ്രേറ്റർ ദാൻ ആണ്. അതുകൊണ്ട് റിജക്ട് H naught എന്നുള്ള രീതിയിൽ നമുക്ക് ഡിസിഷൻ എഴുതാം. ടെക്സ്റ്റിൽ ഒരു പ്രോബ്ലം കൂടെ ഉണ്ട്, പേജ് നമ്പർ 179 9.2. അതും ചെയ്ത് നോക്കുക. പിന്നെ എസ്എസ് ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കുക. ഇനി ഇതിന്റെ ബാക്കിയായിട്ട് ഈ ചാപ്റ്ററിലുള്ള ഭാഗങ്ങളൊന്നും നമുക്ക് ഫോക്കസ് ഏരിയയിലില്ല. അതുകൊണ്ട് ഒരു ടെസ്റ്റിങ്ങും ഒരു സ്റ്റാറ്റിസ്റ്റിക്കും ഉള്ള ഒറ്റ പ്രോബ്ലം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ടൈപ്പ് മാത്രം നമ്മൾ ചെയ്ത് നോക്കിയാൽ മതി. ഇത്രയേ ഉള്ളൂ. ഈ ചാപ്റ്റർ ഇതോടുകൂടെ കഴിഞ്ഞിരിക്കുന്നു.